ഹലോ വെൽക്കം ബാക്ക് ഹയർ റേഞ്ച് കുടുംബം. അങ്ങനെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും യൂട്യൂബ് ടിപ്സുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. ഞങ്ങളല്ല ഈ പ്രശ്നം, ഞാൻ മാത്രമേ ഉള്ളൂ. പുള്ളിക്കാരിക്ക് കുറച്ച് തിരക്ക്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ 15 സെക്കൻഡ് കൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റുമോ? വെറും 15 സെക്കൻഡ് കൊണ്ട് പറ്റും. നിങ്ങളിത് ഒന്നോട്ട് എണ്ണിക്കൂ. 15 സെക്കൻഡിനുള്ളിൽ ഞാനിത് എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതെന്ന് പഠിപ്പിച്ചു തരാം. പക്ഷേ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്. ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ 15 സെക്കൻഡ് മുമ്പ് നിങ്ങൾക്ക് ആദ്യമായി വേണ്ടത് ഒരു ജിമെയിൽ ID വേണം. ആ ഒരു ജിമെയിൽ അക്കൗണ്ട് വഴിയാണ് നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ കടന്നാലോ? അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നമ്മുടെ മൊബൈലിൽ നിന്ന് നമ്മുടെ യൂട്യൂബിൻ്റെ ആപ്പ് എടുക്കുന്നു, താഴെ ലൈബ്രറി ഓപ്പൺ ആക്കുന്നു, ശേഷം മേളിൽ നമ്മുടെ പേരുള്ള ആ സ്ഥാനം ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് താഴെ കാണാൻ പറ്റും, അതായത് യുവർ ചാനൽ. ആ യുവർ ചാനൽ നമ്മൾ നേരെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് താഴെ ഇതാ കാണാം, നമ്മുടെ ചാനലിൻ്റെ പേര് കൊടുക്കാനുള്ളത്. നമ്മുടെ ചാനലിൻ്റെ പേര് കൊടുക്കുന്നു, ക്രിയേറ്റ് കൊടുക്കുന്നു. ഇത്രേ ഉള്ളൂ, ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ ഒരു 15 സെക്കൻഡ് ആയോ? നിങ്ങൾ എണ്ണി കാണുമല്ലോ. 15 സെക്കൻഡ് ആയോ? ഒരിക്കലും ആയെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതായത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു യൂട്യൂബ് ചാനൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്കിതൊന്നും പയ്യൊന്ന് മെല്ലെയൊന്ന് പറഞ്ഞാലോ, എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് സാവധാനം നമുക്കൊന്ന് പറയാം. നമ്മൾ നേരെ ജിമെയിൽ ID വേണം. ആ ജിമെയിൽ ID വെച്ച് നമ്മളൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ എല്ലാ മൊബൈലിലും ഇതുപോലത്തുള്ള ഏത് മൊബൈലിലും, അത് സാംസങ്ങിൻ്റെ ആയിക്കോട്ടെ, ഓപ്പോയുടെ ആയിക്കോട്ടെ, ഏത് മൊബൈലിലും യൂട്യൂബിൻ്റെ ഒരു ഐക്കൺ കാണാം. ആ യൂട്യൂബിൽ നമ്മൾ നേരെ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ആ യൂട്യൂബ് നേരെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കവിടെ കാണാൻ സാധിക്കും. യൂട്യൂബിന് താഴെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്, ഏറ്റവും താഴെ ലൈബ്രറി എന്ന് പറയുന്ന ഒരു ഏറ്റവും റൈറ്റ് സൈഡിൽ താഴെ കണ്ടോ, ലൈബ്രറി എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. അതിൽ നമ്മൾ നേരെ ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതിന് മേളിൽ കണ്ടോ, അതായത് ഇവിടെ നമ്മൾ ഇപ്പോൾ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് എൻ്റെ ജിമെയിൽ IDയുടെ പേര് 6 കൂട്ടിയാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് അതവിടെ 6 കാണിക്കുന്നത്. നിങ്ങൾ എന്താണോ ജിമെയിൽ ID നെയിം കൊടുക്കുന്നത് അത് അതിനനുസരിച്ചായിരിക്കും. ഉദാഹരണത്തിന് ശ്രുതി എന്ന് വല്ലതും ആണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ S എന്നായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ജോമോൻ എന്നാണെങ്കിൽ J എന്നായിരിക്കും വരുന്നത്. അങ്ങനെ നേരെ നമ്മൾ എന്ത് ചെയ്യണം, അത് നേരെ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് വരും. നമ്മുടെ ഒരു അക്കൗണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലേക്ക് വരും. അതിന് താഴെ യുവർ ചാനൽ എന്ന് പറയുന്നൊരു മറ്റൊരു ഓപ്ഷൻ വരും. നമ്മൾ നേരെ യുവർ ചാനലിൽ നമ്മൾ നേരെ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ യുവർ ചാനൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെയാണ് ഇത് കണ്ടില്ലേ, യൂസ് യൂട്യൂബ് അസ്, അതായത് നമ്മുടെ പേര് എങ്ങനെ കൊടുക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ കൊടുത്തേക്കുന്നത് വെറുതെ രാജ് ഗുപ്ത എന്നാണ് ഞാൻ കൊടുത്തേക്കുന്നത്. രാജ് എന്ന് പറയുന്നത് അതായത് ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിം അങ്ങനെ വേണം നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ചാനലിൻ്റെ പേരാണെങ്കിൽ ഹയർ റേഞ്ച് കുടുംബം എന്നാണ്, ഞാൻ മേളിൽ ഹയർ റേഞ്ച് കൊടുക്കും, താഴെ കുടുംബം എന്ന് കൊടുക്കും. മനസ്സിലായി? എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാനലിൻ്റെ പേര് നിങ്ങൾക്ക് കൊടുക്കാം. അത് എനിക്കൊരു സജഷനുള്ള മറ്റൊന്നുമല്ല, മറ്റാർക്കും ഇല്ലാത്തൊരു പേര് കണ്ടുപിടിക്കുവാണെങ്കിൽ ഏറ്റവും നല്ല അതായിരിക്കും. കാരണം നമ്മളിപ്പോൾ ഒരു ചാനൽ തുടങ്ങും, ഇപ്പോൾ ടെക് പരമായിട്ടുള്ള ചാനൽ തുടങ്ങുവാണെങ്കിൽ ഇപ്പം ടെക് വീഡിയോസ് എന്നൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും. നിങ്ങളുടെ ആ ചാനലിൽ കണ്ടുപിടിക്കാനും ഐഡൻറ്റിഫൈ ചെയ്യാനും മറ്റുള്ളവർക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പേരിടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പേര് കൊടുത്തതിന് ശേഷം നമ്മളിതേണ്ട ക്രിയേറ്റ് ചാനൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നു. ഇത്രേ ഉള്ളൂ, കണ്ടില്ലേ? അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും, ഇപ്പോൾ ഇവിടെ കൊടുത്തത് വെറുതെ രാജഗുപ്ത എന്നാണല്ലോ. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും ഹോമുണ്ട്, വീഡിയോ ഉണ്ട്, പ്ലേലിസ്റ്റ് ഉണ്ട്, ചാനലുണ്ട്. അങ്ങനെ ഇതാണ് നമ്മുടെ ആ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഒരു ഫ്രണ്ട് പേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ കണ്ടില്ലേ? അപ്പോൾ രാജ് ഗുപ്ത എന്ന് പറയുന്നത്, അപ്പോൾ അതിനകത്ത് നമ്മൾ ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല. അതിന് താഴെ ക്രിയേറ്റ് എ വീഡിയോ കണ്ടില്ലേ? അതിന് ആ ക്രിയേറ്റ് എ വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഓരോ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും, ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഈ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടായതുകൊണ്ട് ആദ്യം എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ എങ്ങനെ തുടങ്ങും, അത് മൊബൈലിൽ എങ്ങനെ തുടങ്ങും, അത് വലിയ കോൺഫിഗറേഷനുള്ള മൊബൈലൊന്നും വേണ്ട, സാധാ മൊബൈൽ മതി. അങ്ങനെ സാധാ മൊബൈൽ വെച്ച് നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാം, അതിലൂടെ നമുക്ക് പൈസ നേടാം. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങുക കേട്ടോ. പിന്നെ ബാക്കി അതിലേക്ക് വേണ്ട കുറേ സെറ്റിങ്സും ക്ലിപ്പുകളെ പറ്റി ഒന്നും നിങ്ങൾ ഓർത്ത് ഇപ്പം ബേജാറാകുകയേ വേണ്ട. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുക, അതിലേക്ക് നിങ്ങൾ ചുമ്മാ വെറുതെ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുക. അത് മാത്രം. സെറ്റിങ്സിനെ പറ്റി നിങ്ങളൊന്നും ഇപ്പോൾ ചിന്തിക്കുകയേ വേണ്ട. മനസ്സിലായോ?
സെറ്റിങ്സ് ഒക്കെ നമുക്ക് പിന്നീട് ചെയ്യാം. ആദ്യം നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുന്നു, അതിൽ വീഡിയോ ഇടുക, അത് മാത്രമാണ് നിങ്ങളുടെ. അതിലൂടെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടും, വാച്ചബിൾസ് കിട്ടും. അങ്ങനെ കൂടി വരട്ടെ. പിന്നീട് ആയതിന് ശേഷം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഇതിനകത്ത് എന്തൊക്കെ സെറ്റിങ്സ് ആണ്, അതും വലിയ കുഴപ്പിക്കുന്ന സെറ്റിങ്സ് ഒന്നും കേട്ടോ, അതും ഇതുപോലെ ഈസി ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ എങ്ങനെയാണ് പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുമല്ലേ അല്ലേ?